അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഉപ്പയെക്കുറിച്ചുള്ളൊരു ഗാനവുമായിട്ടാണ്. എന്താണ് ഉപ്പ എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ, ഉപ്പാൻ്റെ വില നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, കണ്ണ് പോയാലേ കണ്ണിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉപ്പ പോയാലേ ഉപ്പാൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതെ, വന്ദന എൻ്റെ പിതാവറുകൾ വഫാത്തായിട്ട് ഇന്നത്തേക്ക് 6 മാസം തികയാണ്. ആർക്കും അള്ളാഹു ഇങ്ങനൊരു വിധി കൊടുക്കാതിരിക്കട്ടെ. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ പിതാമറുകൾ ബാപ്പമാർ മരണപ്പെട്ട് എത്തിയുമാകുന്നൊരു വിധി അള്ളാഹു ആർക്കും കൊടുക്കാതിരിക്കട്ടെ. അങ്ങനെ ആയ ഒരുപാട് പൈതങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ദുആ ചെയ്യാണ്. നമുക്കറിയാം, യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഈ 2 വിരലിങ്ങനെ കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും ഇങ്ങനെയാണ് സ്വർഗത്തിലെന്ന് അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് മക്കളെ? നാം ഒന്ന് മനസ്സിലാക്കണം. യത്തീം മക്കളെ ഇന്ന് തള്ളിപ്പറയുന്ന അവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ബാപ്പമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് ഞാൻ അനുഭവിച്ചതാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളും കൂട്ടമായാലും കുടുംബമായാലും എല്ലാവരും നമ്മളെ തള്ളിപ്പറയും. നമ്മളടുത്ത് കാശുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ബാപ്പമാരാണ് നമ്മുടെ അത്താണി. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ബാപ്പന്മാർക്ക്, പ്രത്യേകിച്ച് ബാപ്പന്മാർക്കും ഉമ്മമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. അവരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ബാപ്പമാർ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൂട്ടങ്ങളുടെയും കുടുംബത്തിൻ്റെയൊക്കെ സ്വഭാവം നമുക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു ഈ വിധി ആർക്കും കൊടുക്കാതിരിക്കട്ടെ. ഇങ്ങനത്തെ ഒരു വിധി ആർക്കും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. ഞാനൊക്കെ അനുഭവിച്ചതാണ്. ഇനി റബ്ബേ, ഒരാൾക്കും നീ ഇങ്ങനൊരു വിധി കൊടുക്കല്ലേ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യാണ്. കാരണം ബാപ്പ പോയി കഴിഞ്ഞാൽ അവരുടെ കണ്ണടഞ്ഞാൽ അവരുടെ സ്വഭാവം, നമ്മുടെ കുടുംബത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് വന്ദന എൻ്റെ പിതാവറുകളുടെ പാവന സ്മരണക്ക് മുമ്പിൽ ഞാനിതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹ കടലാണുപ്പാ, സഹനത്തിൻ പൊന്നാണുപ്പാ, അഴകുള്ളോ രലിവാണുപ്പാ, ജീവൻ്റെ ജീവനുപ്പാ, സ്നേഹ കടലാണുപ്പാ,